അപ്പം അതിൽ ഞാൻ പറഞ്ഞതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റെപ്പായിട്ട് എൻഫോഴ്സ് ചെയ്യാൻ തന്നെ ഉദ്ദേശിച്ചിട്ട് തുടങ്ങിയ ഒരു ഇതാണ് ഡിജിറ്റൽ ഇന്ത്യ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഡിജിറ്റൽ ഇന്ത്യക്ക് ഒരു 9 പില്ലേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു സാധനം സർക്കാർ തന്നെ സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്. നോർമലി നമ്മളിപ്പം അതിൻ്റെ ഭാഗമായിട്ടുള്ള സാധനങ്ങൾ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഈ 9 പില്ലേഴ്സ് എന്ന് പറയുന്നത്, ഒന്നാമത്തത് ബ്രോഡ്ബാൻഡ് ഹൈവേസ്, അതായത് എല്ലാ ഏരിയാസും ബ്രോഡ്ബാൻഡുമായിട്ട് കണക്ട് ചെയ്യുന്നത്. രണ്ടാമത്തത് യൂണിവേഴ്സൽ ആക്സസ് ടു മൊബൈൽ കണക്ടിവിറ്റിയുടെ ആക്സസ് യൂണിവേഴ്സൽ ആക്കുക. മൂന്നാമത്തത് പബ്ലിക് ഇന്റർനെറ്റ് ആക്സസ് പ്രോഗ്രാം, അത് സർക്കാരിൻ്റെ വകയായിട്ടുള്ള വൈഫൈകൾ, റെയിൽവേ സ്റ്റേഷൻസ്, അങ്ങനെ സ്പെസിഫിക് ഏരിയാസിലുള്ളത് തന്നെ. നാലാമത്തത് ഇ ഗവേണൻസ്, അതായത് ഏകദേശം എല്ലാ കാര്യങ്ങളും ഈ അഞ്ചാമത്തെ തന്നെ ക്രാന്തി. അതെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഗവേണൻസിനെ ടെക്നോളജി ഉപയോഗിച്ച് ഇമ്പാക്റ്റ് കൊണ്ടുവരാൻ വേണ്ടി ഒരു സ്പെസിഫിക് ആയിട്ടുള്ള പുഷ് കൊടുക്കാൻ വേണ്ടി തുടങ്ങിയതാണ് ഈ ക്രാന്തി എന്ന് പറയുന്നത്. പിന്നെ ഇൻഫർമേഷൻ, അത് നമ്മളുടെ റൈറ്റ് ഇൻഫർമേഷൻ ആക്റ്റും മറ്റുള്ള എല്ലാ ഓപ്ഷൻസും ഓൺലൈനിൽ അവൈലബിൾ ആവണം, അങ്ങനെ കൊണ്ടുവരാനുള്ള ഒരു പ്രോസസ്സ് തന്നെയാണ് ആ ഒരു പില്ലർ. ഏഴാമത്തത് ഇലക്ട്രോണിക് മാനുഫാക്ചറിങ് എന്ന് പറയുന്നത്. നമ്മളുടെ പല മാനുഫാക്ചറിങ് സ്ഥാപനങ്ങളും ഇന്ത്യക്ക് പുറത്താണെങ്കിൽ അതിൻ്റെ ശാഖകൾ ഇന്ത്യയിൽ തുടങ്ങാനും അതിലൂടെ ആളുകൾക്ക് ജോലിയും, അതുപോലെ തന്നെ ഇന്ത്യയുടെ സ്വന്തമായിട്ടുള്ള ചില സ്ഥാപനങ്ങൾ തുടങ്ങാനുള്ള ഒരു ഓപ്ഷൻസും ഇതിൽ വെക്കുക എന്നുള്ളതാണ് അത് ഈ ഒരു പില്ലർ കൊണ്ട് ഉദ്ദേശിച്ചത്. പിന്നെ എട്ടാമത്തെന്ന് പറയുന്നത് IT ഫോർ ജോബ്സ്. അത് നിങ്ങൾക്ക് അറിയുന്ന പോലെ തന്നെ കമ്പ്യൂട്ടർ സയൻസും അതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ഏരിയാസും, ടെക്നോളജിയും കമ്പ്യൂട്ടർ സയൻസുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ഏരിയാസും സ്പെസിഫിക് ആയിട്ട് ജോബ് ഓറിയൻറ്റഡ് ആയിട്ട് മാറ്റുക എന്നുള്ളത്. ഒമ്പതാമത്തേത് ഏർലി ഹാർവസ്റ്റ് പ്രോഗ്രാംസ് എന്ന് പറയുന്നത്. അത് അതായത് ഫാമേഴ്സിനെ സഹായിക്കുക എന്നത് മാത്രമല്ല, എല്ലാ പ്രോഗ്രാംസും ആദ്യമേ തുടങ്ങുക. അപ്പോൾ വൈഫൈ നിങ്ങളുടെ കോളേജസോ അങ്ങനെയുള്ളത് കംപ്ലീറ്റ്ലി വൈഫൈ ആയിട്ട് എക്വിപ്പ് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങളുടെ ഇപ്പോൾ ലൈബ്രറി സിസ്റ്റംസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ലൈബ്രറീസ് ഒക്കെ കംപ്ലീറ്റ് ആയിട്ട് ആക്കുക. ആ ഒരു ഉദ്ദേശം കൊണ്ടാണ് ഏർലി ഹാർവസ്റ്റ് പ്രോഗ്രാംസ് എന്ന് പറഞ്ഞൊരു പില്ലർ വെച്ചിരിക്കുന്നത്.